നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ റോഡിലേക്ക് വീണ മരം മുറിച്ചു മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂളിന് മുൻപിലാണ് കൂറ്റൻ മരം റോഡിലേക്ക് വീണത്. കാരന്തൂർ സ്കൂളിൽ +2 പഠിക്കുന്ന മകളെ പരീക്ഷയ്ക്ക് കൊണ്ടുവിട്ട ശേഷം വീട്ടിലേക്ക് മടക്കുകയായിരുന്ന TK ഷമീർ ആണ് ആദ്യം ഇടപെട്ടത്. മരംവെട്ട് തൊഴിലാളിയായ ഷമീർ വീട്ടിലെത്തി ഉപകരണങ്ങളുമായി വന്നു. നാട്ടുകാരുടെ സഹായത്തോടെ 15 മിനിറ്റിനുള്ളിൽ മരം മുറിച്ച് മാറ്റി ഗതാഗത തടസ്സം പരിഹരിച്ചു. അത് ഞാൻ ഇന്നലെ മകളെ സ്കൂളിൽ ചേർത്ത് അവിടെ ആക്കി പരീക്ഷ എക്സാം ആയിരുന്നു. അതാക്കി കൊണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് മരം ഇങ്ങനെ മെല്ലെ വീണ് കാണുന്നത്. ഈ കേബിൾ ഉണ്ടായിരുന്നു, കേബിളിനെ തട്ടിക്കൊണ്ട് മെല്ലെ സ്ലോയിലാണ് വീണത് സംഗതി. അപ്പം പെട്ടെന്ന് റോഡാക്കി ചെരുപ്പ് പീടി വരെ ബ്ലോക്കായി, വണ്ടി മൊത്തം ബ്ലോക്കായി പോയി. അപ്പോൾ ഞാൻ വേറെ അടുത്തിൻ്റെ വണ്ടി കയറി എൻ്റെ വീട്ടിൽ പോയിട്ട് മെഷീൻ എടുത്ത് വന്നു, ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്ത്. അങ്ങനെ ഇവിടെ എല്ലാവരും പാടെ സഹകരിച്ച് പമ്പുകളൊക്കെ എല്ലാവരും സൈഡാക്കി. പെട്ടെന്ന് ഫയർഫോഴ്സ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ വൃത്തിയായിപ്പോയി, ബ്ലോക്ക് ഒഴിവായി കിട്ടി. തിരക്കുള്ള റോഡല്ലേ? നല്ല തിരക്കുള്ള റോഡാണ്. ഇടവണ്ണപ്പേറ ആ ഭാഗത്ത് കുണ്ടോട്ടി ആ ഭാഗമൊക്കെ പോണ വഴിയാണിത്. അപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. പക്ഷേ ഉച്ച സമയമായതുകൊണ്ട് ജസ്റ്റ് എന്തോ ഒരു ഭാഗ്യം പോലെ ഒരു വണ്ടികളൊന്നും അങ്ങനെ എത്തിയില്ല, പരിക്കില്ലാതെ കഴിച്ചിലായി. മരം മുറിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ മരം മുറിക്കുന്ന ജോലി ചെയ്യുന്നത്. അതിനോട് എനിക്ക് വേഗം തിരിച്ചു പോയി വേഗം മെഷീൻ എടുത്ത് വന്നൊക്കെ സെറ്റപ്പ് ആയിരുന്നു സാധനമൊക്കെ, മെഷീനൊക്കെ. അതിനോട് വേഗം വന്ന് വേഗം ചെയ്യാൻ കഴിഞ്ഞ്. അതിനോട് ഫയർഫോഴ്സ് ടൗണിൽ ഇവിടെ എത്തുമ്പോൾ നേരം വെക്കും, ബ്ലോക്കൊക്കെ ആയിരിക്കും. അതിന് മുന്നേ ആയതുകൊണ്ട് നമ്മൾ പരിപാടി വെച്ചിലാക്കാൻ കഴിയും. ഈ മരം കേടുണ്ടായ മരമാണോ? അടിയിൽ കേട് കാണുന്നുണ്ട്. അതിനോണ്ടാണ് ഇത് മെല്ലെ വീഴാനുള്ള കാരണം. പിന്നെ ഒരു പ്രാവശ്യം ഒരു കൊമ്പ് പൊട്ടി വീണതാണ് ഇതിൻ്റെ. ഇത് രണ്ടാമത്തെ പിന്നെ ഇപ്പോൾ അടി ഒന്നായിട്ട് കേടായി വീണതാണ്. ഏതായാലും അപകടമില്ലാതെ കഴിച്ചിലായത് നല്ലൊരു ഭാഗ്യം ഉണ്ടാക്കാം.